ഇത് പ്രസന്റ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുരാതന പിരമിഡുകൾ യഥാർത്ഥത്തിൽ എങ്ങനെ നിർമ്മിക്കപ്പെട്ടു എന്നതിനെക്കുറിച്ച് ജിജ്ഞാസയുണ്ടോ? ഈ അവിശ്വസനീയമായ ഘടനകളുടെ പിന്നിലെ രഹസ്യങ്ങൾ കണ്ടെത്തുകയാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. നൂറ്റാണ്ടുകളായി ചരിത്രകാരന്മാരെയും പുരാവസ്തു ഗവേഷകരെയും ആകർഷിച്ച സിദ്ധാന്തങ്ങൾ പരിവേഷണം ചെയ്യുന്നതിലൂടെ നിഗൂഢതയിലേക്ക് ആഴ്ന്നിറങ്ങാനും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ആരും വ്യക്തമാക്കാത്ത കുറച്ച് കാര്യങ്ങൾ കണ്ടെത്താനും മുഴുവൻ വീഡിയോയും കാണുക. തീർച്ചയായും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. കണ്ടതിന് ശേഷം ഞാൻ പറഞ്ഞതിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും തിരുത്തുക. ഏകദേശം 4500 വർഷങ്ങൾക്ക് മുമ്പ് ഈജിപ്തിൽ ലോകാത്ഭുതം നിർമ്മിക്കപ്പെട്ടു. ഇന്നും ആളുകളെ വിസ്മയിപ്പിക്കുന്ന ഒന്ന്, ഗിസയിലെ ഗ്രേറ്റ് പിരമിഡ്. 147 മീറ്റർ ഉയരമുള്ള ഇത് 4000 വർഷത്തിലേറെയായി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഘടനയായി തുടരുകയാണ്. പിരമിഡ് നിർമ്മിക്കാൻ വലിയ കനമുള്ള കല്ലുകൾ ഉപയോഗിച്ചു. ഇതിന് 6 ദശലക്ഷം ടൺ ഭാരമുണ്ടെന്ന് പറയപ്പെടുന്നു. വെറും 5 ലക്ഷം ടൺ ഭാരമുള്ള ഇന്നത്തെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ ബുർജ് ഖലീഫയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ആളുകളെ അമ്പരപ്പിക്കുന്ന ചോദ്യം ഇതാണ്: ഇത് എങ്ങനെ നിർമ്മിച്ചു? അക്കാലത്ത് ആളുകൾക്ക് ക്രെയിനുകളോ ബുൾഡോസറോ ആധുനിക സാങ്കേതിക വിദ്യകളോ ഇല്ലായിരുന്നു. അങ്ങനെയാണെങ്കിലും അവർ ഒരു സ്മാരകം നിർമ്മിച്ചു. അതും ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതായത് കൊടും വേനലും കൊടുങ്കാറ്റും പേമാരിയും സഹിച്ചുകൊണ്ട് 4500 വർഷത്തിലേറെയായി നിലനിൽക്കുന്ന ഒരു ഘടന ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു മഹാത്ഭുതം തന്നെയല്ലേ? ഇതുപോലെ പഴയതും ഇത്രയും വലുതുമായ മറ്റൊരു ഘടനയും നിലനിൽക്കുന്നില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് സാധ്യമായത്? വരൂ, ഈ വീഡിയോയിൽ പിരമിഡുകളുടെ രഹസ്യം മനസ്സിലാക്കാം. പിരമിഡുകളെ കുറിച്ചുള്ള നിങ്ങളുടെ പല ധാരണകളുടെയും ചുരുൾ ഇവിടെ അഴിയും. ഭൂമിയിലെ ഏറ്റവും നിഗൂഢമായ ഘടനയാണ് ഗ്രേറ്റ് പിരമിഡ്. ഏകദേശം 2500 BCE നിർമ്മിച്ച ഇത് 3500 വർഷത്തിലേറെയായി ഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഘടനയായിരുന്നു. തിളങ്ങുന്ന വെളുത്ത ചുണ്ണാമ്പുകലിന്റെ ഗംഭീരമായ ശവകുടീരങ്ങളായി നിർമ്മിച്ച പിരമിഡുകൾ മരിച്ചവരുടെ ഇരുണ്ട രഹസ്യങ്ങൾ മറയ്ക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. ആയതിനാൽ ഒരുപാട് രഹസ്യങ്ങൾ ഇതിൽ മറഞ്ഞിരിക്കുന്നുണ്ട്. പഴയ ചരിത്രത്തിലേക്ക് പോകുമ്പോൾ ഗിസയിലെ വലിയ പിരമിഡ് 2500 BCE ഫറവോ കുഫു നിർമ്മിച്ചതാണെന്ന് കണക്കാക്കപ്പെടുന്നു. പുരാതന ഈജിപ്തിലെ രാജാക്കന്മാർ ഫറവോകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പഴയ ഈജിപ്തിലെ 4ാമത്തെ രാജവംശത്തിലെ 2ാമത്തെ രാജാവായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഭരണകാലം ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. ചില ചരിത്രകാരന്മാരുടെ കണക്കുകൾ 23 വർഷവും ചിലത് 34 വർഷവും ചിലത് 60 വർഷത്തിൽ കൂടുതലും അവകാശപ്പെടുന്നു. നൈൽ നദിയുടെ പടിഞ്ഞാറൻ തീരത്താണ് പിരമിഡ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ 3 പിരമിഡുകളാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. 3എണ്ണത്തിൽ ഏറ്റവും ഉയരം കൂടിയത് കുഫു പിരമിഡ് എന്നറിയപ്പെടുന്ന ഗിസയിലെ പിരമിഡാണ്. കുഫുവിന്റെ മകൻ കഫ്രെ നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്ന ഈജിപ്തിലെ 2ാമത്തെ പിരമിഡാണ് അതിനേക്കാൾ ചെറുത്. കഫ്രയുടെ മകൻ നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്ന മെൻകൗറിയിലെ പിരമിഡാണ് 3ാമത്തേതും ഏറ്റവും ചെറുതും. ആ കാലഘട്ടത്തിലെ ഏക സ്മാരകങ്ങൾ ഇവയാണ്. ഇവയ്ക്ക് പുറമെ ഗ്രേറ്റ് സ്ഫിങ്സ്, നിരവധി ശവകുടീരങ്ങൾ, ചെറിയ പിരമിഡുകൾ എന്നിവ ഉണ്ടായിരുന്നു. വ്യത്യസ്ത ആകൃതിയിലും വലിപ്പത്തിലുമുള്ള 118 പിരമിഡുകൾ ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. അവയിൽ പലതും കാലാവസ്ഥ വ്യതിയാനം മൂലം നശിച്ചു. വളരെ കുറച്ച് പിരമിഡുകൾ നല്ല നിലയിലാണ്. ഈ 3 പിരമിഡുകൾ, പ്രത്യേകിച്ച് ഗിസയിലെ ഗ്രേറ്റ് പിരമിഡ്, ഒരുപക്ഷെ ഏറ്റവും നന്നായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇവ നിർമ്മിക്കാനുള്ള കാരണം എന്തായിരുന്നു? അവ ശവകുടീരങ്ങളായി നിർമ്മിച്ചതാണ്. ഫറവോന്മാരെ പിരമിഡുകൾക്കുള്ളിൽ അടക്കം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വിശ്വാസം. പുരാതന ഈജിപ്തുകാർ മരണാനന്തര ജീവിതത്തിൽ വിശ്വസിച്ചിരുന്നു. മരണത്തിൽ ജീവിതം അവസാനിക്കുന്നില്ലെന്ന് അവർ വിശ്വസിച്ചു. അതിനാൽ മരണാനന്തര ജീവിതത്തിനായി തയ്യാറെടുക്കുമ്പോൾ ഫറവോന്മാർ തങ്ങൾ ഭരിക്കുന്ന സമയത്ത് ശവകുടീരങ്ങൾ നിയോഗിച്ചു എന്നാണ് വിശ്വാസം. അതുവഴി അവർക്ക് ദൈവത്താൽ വിധിക്കപ്പെടാം എന്നുള്ളതാണ് അടിസ്ഥാനം. പക്ഷേ ഭക്ഷണം, നിധികൾ, ആഭരണങ്ങൾ, ഫർണിച്ചറുകൾ, വസ്ത്രങ്ങൾ എന്നിവ ഫറവോനോടൊപ്പം പിരമിഡിൽ കുഴിച്ചിടുകയും അങ്ങനെ അവ മരണാനന്തര ജീവിതത്തിൽ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ള വേറിട്ട വിശ്വാസം അവർക്കുണ്ടായിരുന്നു. അങ്ങനെ അവർ മരിക്കുമ്പോൾ ഈ ആചാരങ്ങളോടെ മരങ്ങൾ കൊണ്ട് നിർമ്മിച്ചതോ അല്ലെങ്കിൽ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചതോ ആയോ സർക്കോഫാഗസിൽ പിരമിഡിനുള്ളിൽ അടക്കം ചെയ്യപ്പെട്ടിരുന്നു. തീർച്ചയായും ഇതെല്ലാം കെട്ടുകഥകളാണെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. പക്ഷേ ഇതിന് തെളിവുകളുണ്ട്. ഒന്നാമതായി, പിരമിഡുകളിൽ എഴുത്തുകൾ ഉണ്ടായിരുന്നു. അത് നിങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ്. അവ സൂചിപ്പിക്കുന്നത് മേൽപ്പറഞ്ഞ ആചാരങ്ങൾ തന്നെയാണ്. രണ്ടാമതായി, ഈജിപ്തിലെയും സുഡാനിലെയും ചരിത്രപരമായ പിരമിഡുകളിൽ ഭൂരിഭാഗവും ശവകുടീരങ്ങളായി ഉപയോഗിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും പ്രത്യേകമായി പറഞ്ഞാൽ ഗിസയിലെ ഗ്രേറ്റ് പിരമിഡിൽ ഇത് സംബന്ധിച്ച് കാര്യമായ തെളിവുകളൊന്നും കണ്ടെത്തിയിട്ടില്ല. അതിനാൽ ആളുകൾ അവരുടേതായ ബദൽ സിദ്ധാന്തങ്ങൾ കൊണ്ടുവരുന്നു. പുരാവസ്തു ഗവേഷകർ ഗ്രേറ്റ് പിരമിഡിൽ പ്രവേശിച്ചപ്പോൾ 3 അവശിഷ്ടങ്ങളും ഒരു ശൂന്യമായ സർക്കോഫാഗസും കണ്ടെത്തി. സാർക്കോഫാഗസ് കുഫുവിൻ്റെതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു.
അതിനു ചുറ്റുമുള്ള നിധികൾ പുരാവസ്തു ഗവേഷകർ അതിലെത്തുന്നതിനു മുമ്പ് കൊള്ളയടിച്ചതായി വിശ്വസിക്കപ്പെടുന്നു. ഇതിന് വിയോജിക്കുന്നവർ വിചിത്രമായ ബദൽ സിദ്ധാന്തങ്ങൾ കൊണ്ടുവന്നു. ഗ്രേറ്റ് പിരമിഡ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു വൈദ്യുത നിലയമായിരുന്നു എന്നതാണ് പ്രചാരത്തിലുള്ള ഒരു സിദ്ധാന്തം. പുരാതന ഈജിപ്തുകാർ സാങ്കേതികമായി വളരെ പുരോഗമിച്ചവരായിരുന്നുവെന്നും വൈദ്യുതി എങ്ങനെ ഉപയോഗിക്കാമെന്ന് അവർ ഇതിനകം പഠിച്ചിട്ടുണ്ടെന്നും ഇത് വിശ്വസിക്കുന്ന ആളുകൾ അവകാശപ്പെടുന്നുണ്ട്. ഈ സിദ്ധാന്തത്തിന്റെ തെളിവായി ചില പുരാതന ഈജിപ്ഷ്യൻ ക്ഷേത്രങ്ങളുടെ ചുവരുകളിൽ അവർ ഒരു ലൈറ്റ് ബൾബ് നിർമ്മിക്കുന്നു എന്ന അവകാശവാദത്തെ പിന്തുണയ്ക്കാൻ ഉപയോഗിക്കുന്ന അത്തരം കലാസൃഷ്ടികൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈജിപ്തുകാരാണ് ഇത് കണ്ടുപിടിച്ചതെന്ന് അവർ പറയുന്നു. എന്നാൽ പിന്നീട് സാങ്കേതിക വിദ്യ എങ്ങനെയോ നഷ്ടപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. നിങ്ങളിപ്പോൾ ചിന്തിക്കാം, 4500 വർഷങ്ങൾക്ക് മുമ്പ് ബൾബ് ഉണ്ടാക്കിയെന്നോ? അതെ, അതൊരു ചോദ്യമാണ്. ഇതുപോലെ ഇനിയും ഒരുപാട് ചുരുളുകൾ അഴിയാനുണ്ട്. ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്, ഒരു വിഷയത്തിൽ കാര്യമായ തെളിവുകളുടെ അഭാവത്തിൽ അത്തരം ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ പാകം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. എന്നാൽ ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ പലപ്പോഴും വിചിത്രമാണ്. അവയ്ക്ക് യുക്തിസഹമായ അർത്ഥങ്ങളില്ല. പുരാതന ഈജിപ്തിൽ ലൈറ്റ് ബൾബുകൾ നിലവിലുണ്ടെങ്കിൽ അത് തെളിയിക്കുന്ന ഒരു തെളിവും നമുക്ക് കണ്ടെത്താനാകാത്തത് എന്തുകൊണ്ടാണ്? അതൊരു ചോദ്യമാണ്. വാസ്തവത്തിൽ ഈ കലാസൃഷ്ടി ഒരു ഈജിപ്ഷ്യൻ പുരാണ കഥയെ ചിത്രീകരിക്കുന്നു എന്ന് വേണം കൃത്യമായി പറയാൻ. പിരമിഡ് വിളകൾ സംഭരിക്കുന്നതിനുള്ള ഒരു കളപ്പുരയായിരുന്നുവെന്ന് മറ്റൊരു ജനപ്രിയ സിദ്ധാന്തം അവകാശപ്പെടുന്നു. ഈ സിദ്ധാന്തം അമേരിക്കൻ രാഷ്ട്രീയക്കാരനായ ബെൻ കാർസൺ 1998 നിർദ്ദേശിച്ചു. അദ്ദേഹത്തിന്റെ വ്യക്തിഗത സിദ്ധാന്തം അനുസരിച്ച് പിരമിഡുകൾ നിർമ്മിച്ചത് യേശു ക്രിസ്തുവിന്റെ പിതാവാണ്. ധാന്യങ്ങൾ സംഭരിക്കാനാണ് ജോസഫ് പിരമിഡുകൾ നിർമ്മിച്ചതെന്നാണ് വ്യക്തിപരമായ സിദ്ധാന്തം. ഇതിൽ നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. എന്തായാലും ഗിസയിലെ ഗ്രേറ്റ് പിരമിഡ് ഒരു ശവകുടീരമായാണ് നിർമ്മിച്ചതെന്ന് എനിക്കും എല്ലാ ചരിത്രകാരന്മാരും യോജിച്ച് ഇന്ന് തികച്ചും വ്യക്തമാണ്. ഇപ്പോൾ നമ്മൾ ഏറ്റവും വലിയ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഈ പിരമിഡുകൾ എങ്ങനെയാണ് നിർമ്മിച്ചത്? സത്യസന്ധമായി പിരമിഡുകളുടെ ഏറ്റവും നിഗൂഢമായ വശം തന്നെയാണിത്. 2.5 ടൺ മുതൽ 80 ടൺ ഭാരമുള്ള ഈ കൂറ്റൻ പാറകൾ ഉപയോഗിച്ച് ആളുകൾ എങ്ങനെയാണ് 147 മീറ്റർ ഉയരമുള്ള ഒരു ഘടന നിർമ്മിച്ചത്? കൊത്തുപണിക്ക് സാധാരണ ഉപകരണങ്ങൾ ഇല്ലാതിരുന്ന കാലത്ത് ഓരോ കല്ലും വളരെ സൂക്ഷ്മമായും തുല്യമായും കൊത്തിയെടുത്തതാണ്. ഒരു സാങ്കേതിക വിദ്യകളും ഇല്ലാതെ മനുഷ്യരാൽ ഇത് 20 വർഷം കൊണ്ട് നിർമ്മിക്കപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി സിദ്ധാന്തങ്ങളുണ്ട്. പിരമിഡുകൾ നിർമ്മിക്കാൻ അടിമവേല ഉപയോഗിക്കുന്നതായി സിനിമകൾ വരെ കാണിക്കുന്നുണ്ട്. പാവപ്പെട്ട അടിമകൾ ദിവസം മുഴുവൻ ഇവിടെ ജോലി ചെയ്യാൻ നിർബന്ധിതരാവുകയും ക്രൂരമായി അധിക്ഷേപിക്കുകയും ചാട്ടവാർ അടിക്കുകയും ചെയ്യപ്പെടുന്നു. അടിമകളാണ് പിരമിഡുകൾ നിർമ്മിച്ചതെന്ന് വളരെ കാലമായി ആളുകൾ വിശ്വസിച്ചിരുന്നു. BCE 5-ാം നൂറ്റാണ്ടിലെ ഒരു ഗ്രീക്ക് ചരിത്രകാരനായ ഹെറോഡോട്ടസ് ആണ് അടിമകളാണ് പിരമിഡുകൾ നിർമ്മിച്ചതെന്ന് ആദ്യമായി അഭിപ്രായപ്പെട്ടത്. എന്നാൽ ഇത് തെറ്റാണെന്ന് നമുക്കറിയാം. ഈ പിരമിഡുകൾ നിർമ്മിച്ചവർ ഉയർന്ന വൈദഗ്ധ്യമുള്ള തൊഴിലാളികളായിരുന്നു എന്ന് വേണം പറയാൻ. അവർ പട്ടിണി കിടന്ന് പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല, മറിച്ച് അവർക്ക് സമൃദ്ധമായ ഭക്ഷണം നൽകപ്പെട്ടിട്ടുണ്ട്. അക്കാലത്തെ ശരാശരി ഈജിപ്ഷ്യൻ പൗരനേക്കാൾ ശക്തരും മികച്ച പോഷണവും ഉള്ളവരായിരുന്നു അവർ. നിർമ്മാണ സ്ഥലത്തിനടുത്തുള്ള നഗരങ്ങളിലാണ് അവർ താമസിച്ചിരുന്നത് എന്ന് വേണം കരുതാൻ. വിവിധ കമ്മ്യൂണിറ്റികൾ സീസണിലുടനീളം അവരെ പിന്തുണച്ചിട്ടുണ്ടാവാം. ഉദാഹരണത്തിന് കർഷകർ അവരുടെ വയലുകളിൽ സജീവമായി ഏർപ്പെടാത്തപ്പോൾ അവരുടെ ഒഴിവു സമയങ്ങളിൽ അവർ നിർമ്മാണത്തിൽ സഹായിക്കുമായിരുന്നു. ഒരു തരത്തിൽ ദേശീയ പദ്ധതിയുടെ വിജയത്തിനായി രാജ്യത്തെ പൗരന്മാർ ഒറ്റക്കെട്ടായി എന്ന് വേണം പറയാൻ. ഇന്ന് നമ്മുടെ രാജ്യങ്ങളിൽ പലയിടത്തും കാണാത്ത ഒന്ന്. അവർ തങ്ങളുടെ ഫറവോനോട് വളരെ വിശ്വസ്തരായിരുന്നു. ഏകദേശം 20,000 തൊട്ട് 30,000 തൊഴിലാളികൾ അതിന്റെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്നു. ഒരു ദിവസം 10 മണിക്കൂർ ജോലി ചെയ്തു. ഏകദേശം 5.5 ദശലക്ഷം ടൺ ചുണ്ണാമ്പുകല്ല്, 8,000 ടൺ ഗ്രാനൈറ്റ്, 5 ലക്ഷം ടൺ മോർട്ടാർ എന്നിവ ഉപയോഗിച്ചു. ഈ വസ്തുക്കളിൽ ഭൂരിഭാഗവും സമീപ പ്രദേശങ്ങളിൽ നിന്നാണ്. സൈറ്റിൽ നിന്ന് 800 കിലോമീറ്റർ അകലെയുള്ള തെക്കൻ ഈജിപ്തിലെ മേഖലയിൽ നിന്നാണ് ഇവയെ കൊണ്ടുവന്നത്. അപ്പോഴും ചോദ്യം ഉയർന്നു വരുന്നുണ്ട്, ഈ പാറകൾ എങ്ങനെയാണ് മുറിച്ചത്? അന്ന് ഉപയോഗിച്ചിരുന്ന ഏറ്റവും സാധാരണമായ ലോഹം ചെമ്പായിരുന്നു. ഉപകരണങ്ങൾ ചെമ്പുകൊണ്ടാണ് നിർമ്മിച്ചത്. ഗ്രാനൈറ്റിന്റെ കടുപ്പമേറിയ പാറകൾ ഡോളറൈറ്റ് ഉപയോഗിച്ച് തകർത്തു. പാറകളിൽ വിള്ളലുകളും ദ്വാരങ്ങളും കണ്ടെത്തി ആ വിള്ളലുകളിൽ വെള്ളത്തിൽ നനച്ച മരക്കഷ്ണങ്ങൾ ഇടുകയും എന്നിങ്ങനെ ചില സവിശേഷമായ രീതികൾ അവർ ഉപയോഗിച്ചു. പാറകൾ വെള്ളം ആഗീകരണം ചെയ്യുമ്പോൾ കോണുകൾ വികസിക്കുകയും പാറ പൊട്ടിപ്പോവുകയും ചെയ്യും. അപ്പോൾ ഈ കല്ലുകൾ എങ്ങനെ നീക്കി എന്നതാണ് മറ്റൊരു പ്രധാന ചോദ്യം. അന്ന് വാഹനങ്ങൾ ഇല്ലായിരുന്നു. ക്വാറികളിൽ നിന്ന് കല്ലുകൾ നീക്കാൻ അവർ നദിയിൽ പൊങ്ങിക്കിടന്ന ചങ്ങാടങ്ങൾ നിർമ്മിച്ചു എന്നതാണ് വിശ്വസനീയമായ ഒരു സിദ്ധാന്തം.
മറ്റൊന്ന് 2014 ഒരു പഠനത്തിൽ അടുത്തിടെ കണ്ടെത്തിയ രസകരമായ ഒരു സിദ്ധാന്തമാണ്. ഈ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനം DJ ഖുദി ഹോട്ടപ്പിന്റെ ശവകുടീരത്തിൽ നിന്ന് കണ്ടെത്തിയ ഒരു പെയിന്റിംഗ് ആണ്. BCE 1900 നിർമ്മിക്കപ്പെട്ട പിൽക്കാല ശവകുടീരമാണിത്. ഈ പെയിന്റിംഗ് 170 പേർ സ്ലെഡ്ജിൽ ഒരു പ്രതിമ വലിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഈ ഭാരമേറിയ പ്രതിമ വലിക്കാൻ കയറുകൾ ഉപയോഗിച്ചിരുന്നു. നിങ്ങൾ പെയിന്റിംഗിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ പ്രതിമയുടെ മുന്നിലുള്ള മണലിൽ ഒരാൾ വെള്ളം ഒഴിക്കുന്നത് നിങ്ങൾ കാണും. ആദ്യം പുരാവസ്തു ഗവേഷകർ ഇത് സ്ലെഡ്ജിന് മുമ്പ് വെള്ളമൊഴിക്കുന്ന ഒരു ആചാരത്തിന്റെയോ പാരമ്പര്യത്തിന്റെയോ ഭാഗമാണെന്ന് വിശ്വസിച്ചു. ഭൗതിക ശാസ്ത്രജ്ഞനായ ഡാനിയൽ ബോണും സംഘവും ഇത് പരീക്ഷിച്ചപ്പോൾ മണലിൽ ഒരു നിശ്ചിത അളവിൽ വെള്ളം അടങ്ങിയിരിക്കുന്നത് നിലവും വലിച്ചെടുക്കുന്ന വസ്തുവും തമ്മിലുള്ള കർഷണം കുറയ്ക്കുന്നതായി കണ്ടെത്തി. ഈ നിർദ്ദിഷ്ട അനുപാതം സാധനങ്ങൾ വലിച്ചെടുക്കുന്നത് എളുപ്പമാക്കുന്നു. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്ത ചോദ്യം എന്താണ്? എങ്ങനെയാണ് കല്ലുകൾ പരസ്പരം അടുക്കിയത്? അതും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഭാരമേറിയ യന്ത്രങ്ങളില്ലാതെ എങ്ങനെയാണ് ഈ ഭാരമുള്ള കല്ലുകൾ ഉയർത്തിയത്? സാധാരണയായി അവയെ ഉയർത്താൻ പുള്ളികളുടെ ഒരു സംവിധാനം ഉപയോഗിച്ചിരിക്കാം. എന്നാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ചക്രങ്ങൾ നമുക്കറിയാവുന്നതുപോലെ 4ാം രാജവംശത്തിന്റെ കാലത്ത് ഈജിപ്തിൽ ഉണ്ടായിരുന്നില്ല. മൺപാത്ര നിർമ്മാണത്തിന് വേണ്ടി മാത്രമായിരുന്നു അവ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ റാമ്പുകളുടെ കാര്യക്ഷമമായ സംവിധാനം അവർ നിർമ്മിച്ചിരുന്നു. 2015 ഇംഗ്ലീഷ് ഫ്രഞ്ച് പുരാവസ്തു ഗവേഷകർ ഒരു ക്വാറിയിൽ 4500 വർഷം പഴക്കമുള്ള ഒരു മരം റാമ്പ് കണ്ടെത്തിയിരുന്നു. ഒരു റാമ്പ് ഇതുപോലെയാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. നിലത്ത് നിന്ന് മുകളിലേക്ക് ഒരു നേരായ ചരിവ്. കല്ലുകൾ ചരിവിലൂടെ മുകളിലേക്ക് നീക്കാൻ അവർ ചരിവുകളുടെ വശങ്ങളിൽ മരത്തൂണുകളുടെ ഒരു സംവിധാനം സ്ഥാപിക്കുകയും സ്ക്രീനിലെ കലാസൃഷ്ടിയിൽ ചിത്രീകരിക്കുന്നത് പോലെ തൂണുകൾക്ക് ചുറ്റും കയറുകൾ ഉപയോഗിച്ച് കല്ലുകൾ വലിച്ചെടുക്കുകയും ചെയ്തു. ഈ സിദ്ധാന്തം 2014 ഭൗതിക ശാസ്ത്രജ്ഞനായ ജോസഫ് വെസ്റ്റ് നിർദ്ദേശിച്ചതാണ്. മറ്റൊരു സിദ്ധാന്തത്തിൽ അവർ കല്ലുകൾ പരസ്പരം അടുക്കാൻ ലിവർ ഉപയോഗിച്ചിരിക്കാമെന്ന് അഭിപ്രായപ്പെടുന്നു. ഈ ഡ്രോയിങ്ങിൽ ഇത് നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നോക്കുക. അടിസ്ഥാനപരമായി അവർ ഉയരമുള്ള ഒരു മധ്യഭാഗം എടുക്കും. അതിന് മുകളിൽ ഒരു നീളമുള്ള തൂൺ സ്ഥാപിക്കുകയും ധ്രുവത്തിന്റെ മറുവശത്ത് ഭാരം കൂട്ടുകയും തുടർന്ന് പ്ലാൻ ചെയ്തതുപോലെ കല്ല് ഉയർത്താനും തിരിക്കാനും സ്ഥാപിക്കാനും എളുപ്പമായി തീരും. ടാദൂഫ് എന്നറിയപ്പെടുന്ന സമാനമായ ഒരു സംവിധാനം ഈജിപ്തിൽ സഹസ്രാബ്ദങ്ങളായി നിലനിന്നിരുന്നുവെന്ന് പണ്ഡിതന്മാർ വിശ്വസിക്കുന്നുണ്ട്. നൈൽ നദിയിൽ നിന്ന് തങ്ങളുടെ വയലുകളിൽ ജലസേചനം നടത്താൻ അവർ ഇതേ സംവിധാനം ഉപയോഗിച്ചിരുന്നതായി പറയപ്പെടുന്നു. ഈ സിദ്ധാന്തങ്ങൾ ആകർഷണീയമായി തോന്നുന്നു. അപ്പോഴും ചോദ്യം ബാക്കിയാണ്. 20 വർഷത്തിനുള്ളിൽ പിരമിഡ് പൂർത്തിയായതായി നമുക്കറിയാം. 20,000 പേർ ഇങ്ങനെ ഓരോ കല്ലും കടത്തിവിട്ടാൽ ഓരോ മിനിറ്റിലും ഓരോ ദിവസവും വർഷം മുഴുവനും ഒരു കല്ല് സ്ഥാപിക്കേണ്ടതുണ്ട്. അവർ ഇത്ര വേഗത്തിൽ പ്രവർത്തിക്കാൻ സാധ്യതയില്ലെന്ന് വ്യക്തമാണ്. അതുകൊണ്ടാണ് ഇത് ഇന്നും ദുരൂഹമായി തുടരുന്നത്. താഴെയുള്ള പാളികൾ മോർട്ടാർ ഇല്ലാതെ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. തുടർന്ന് മുകളിലെ പാളികളിൽ മോർട്ടാർ ചേർത്തു. ഇത് ഘടനയുടെ സ്ഥിരത വർദ്ധിപ്പിക്കുകയും അതുകൊണ്ടാണ് ആയിരക്കണക്കിന് വർഷങ്ങളായി നിരവധി ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ടും ഗിസയിലെ പിരമിഡ് ഇപ്പോഴും നിലകൊള്ളുന്നത്. മോർട്ടാർ സംബന്ധിച്ച് ഒരു നിഗൂഢത കൂടിയുണ്ട്. ഉപയോഗിച്ച മോർട്ടാറിന്റെ രസതന്ത്രം ശാസ്ത്രജ്ഞർക്ക് അറിയാമെങ്കിലും അവർക്കിത് പുനർനിർമ്മിക്കാൻ കഴിഞ്ഞിട്ടില്ല. നിർമ്മാണത്തിൽ നിന്ന് പിരമിഡുകളുടെ രൂപകൽപ്പനയിലേക്ക് നീങ്ങുന്നത് തികച്ചും ആകർഷകമാണ്. ദിശകൾ കൃത്യമായി വടക്ക്, കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ് ദിശകളിലേക്ക് തിരിയുന്ന വിധത്തിലാണ് പിരമിഡുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം. ഇവ 4 ദിശകളിലേക്കും കൃത്യമായി ചൂണ്ടിക്കാണിക്കുമെന്ന് വിശ്വസിക്കുന്നു. അതെങ്ങനെയായിരിക്കും? അന്ന് കോമ്പസ് ഇല്ല, GPS പോലുള്ള ആധുനിക സാങ്കേതിക വിദ്യകളില്ല. ഈജിപ്തുകാർക്ക് എങ്ങനെയാണ് ഇത്രയും ഉയർന്ന കൃത്യത കൈവരിക്കാൻ കഴിയുക എന്നതിനെക്കുറിച്ചുള്ള സൈദ്ധാന്തിക വിശദീകരണങ്ങൾ നൽകാൻ ഗവേഷകർ ശ്രമിച്ചിരുന്നു. ഭൂമിയുടെ ചരിവ് രാവും പകലും തുല്യമാകാൻ അനുവദിക്കുന്ന ശരത്കാല വിഷുദിനത്തെ അവർ പിന്തുടർന്നു എന്നതാണ് ഒരു ജനപ്രിയ സിദ്ധാന്തം. രണ്ടാമത്തെ സിദ്ധാന്തം നക്ഷത്ര സമൂഹങ്ങളാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ആകാശത്തിലെ നക്ഷത്രങ്ങളെ ഈജിപ്തുകാർ അവയുടെ രൂപകൽപ്പന വിന്യസിക്കാൻ ഉപയോഗിച്ചുവെന്ന് സൂചിപ്പിക്കുന്നു. 1989 എഴുത്തുകാരനും ഈജിപ്തോളജിയിൽ തൽപരനുമായ റോബർട്ട് ബൗവൽ ഓറിയോൺ കൊറിലേഷൻ സിദ്ധാന്തം കൊണ്ടുവന്നു. ഗിസയിലെ 3 പിരമിഡുകളും ഓറിയോൺസ് ബെൽറ്റിലെ 3 നക്ഷത്രങ്ങൾക്ക് സമാനമായി വിന്യസിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. ഈ വിന്യാസം മനഃപൂർവ്വമാണെന്നും പുരാതന ഈജിപ്തുകാർക്ക് ജ്യോതിശാസ്ത്രം അറിയാമെന്നും അദ്ദേഹം വിശ്വസിച്ചു. അവർ രാത്രിയിൽ നക്ഷത്രങ്ങളെ നിരീക്ഷിക്കുകയും അവയെ പഠിക്കുകയും അതനുസരിച്ച് ചില സമയങ്ങളിൽ വിവിധ വിളകൾ വിളവെടുക്കുകയും ചെയ്യും. ചരിത്രകാരന്മാർ ഇതൊരു ഫ്രഞ്ച് സിദ്ധാന്തമാണെന്ന് വിശ്വസിക്കുന്നു. 1999 ജ്യോതിശാസ്ത്രജ്ഞർ ഈ സിദ്ധാന്തം പരീക്ഷിച്ചപ്പോൾ
ഓറിയോൺസ് ബെൽറ്റിലെ നക്ഷത്രങ്ങളുടെ പശ്ചാത്തലത്തിൽ പിരമിഡുകളെ കുറിച്ച് പഠിച്ചപ്പോൾ പിരമിഡുകൾ അതുമായി കൃത്യമായി യോജിക്കുന്നില്ലെന്ന് കണ്ടെത്തി. അങ്ങനെ ആ വാദങ്ങൾക്കും അവസാനമായി. എന്താ അല്ലേ, കൃത്യമായ തെളിവുകളോ കൃത്യമായ വിശദീകരണമോ ഇല്ലെങ്കിലും അവർ അവരുടെ ആശയങ്ങൾ സൃഷ്ടിക്കുകയാണ്. എവിടെയെങ്കിലും ഏതെങ്കിലും ലിങ്ക് കണ്ടെത്താൻ കഴിയുമെങ്കിൽ അത് ശരിയാണെന്ന് അവർ വിശ്വസിക്കുന്നു. മറ്റൊരു രസകരമായ സംഭവം, പിരമിഡുകൾ നിർമ്മിച്ചത് അന്യഗ്രഹ ജീവികളാണെന്ന് ചിലർ അവകാശപ്പെടുന്നുണ്ട്. കാരണം അവ സൃഷ്ടിക്കുന്നത് മനുഷ്യർക്ക് സാധ്യമല്ലെന്ന് അവർ വിശ്വസിക്കുന്നു. ഇതിനെ പിന്തുണച്ച് നിരവധി യൂട്യൂബ് വീഡിയോകൾ പോലും ഇന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ അത്തരം സിദ്ധാന്തങ്ങൾ ശാസ്ത്രീയ ചിന്തയുടെ തത്വത്തിനെതിരാണ്. നമുക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയാത്തപ്പോൾ എങ്ങനെയെങ്കിലും ഉത്തരം കണ്ടെത്താനുള്ള കുറുക്കു വഴിയാണിത്. പുരാതന പിരമിഡുകൾ എങ്ങനെ നിർമ്മിക്കപ്പെട്ടു എന്നതിന്റെ രഹസ്യം നമ്മുടെ ഭാവനയെ ആകർഷിക്കുന്നു. നിരവധി സിദ്ധാന്തങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും യഥാർത്ഥ രീതികൾ പുരാതന നിർമ്മാതാക്കൾക്ക് മാത്രം അറിയാവുന്ന ഒരു രഹസ്യമായി തുടരും. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ മഹത്തായ നേട്ടങ്ങൾ വിശദീകരിക്കുന്ന മറ്റൊരു കണ്ടെത്താത്ത സാങ്കേതികതയുണ്ടോ? ചരിത്രത്തിലൂടെയുള്ള ഈ യാത്രയിൽ എന്നോടൊപ്പം ചേർന്നതിന് നന്ദി. നിങ്ങൾ ഈ വീഡിയോ ആസ്വദിച്ചെങ്കിൽ നമ്മുടെ ലോകത്തിന്റെ നിഗൂഢതകളിലേക്ക് കൂടുതൽ ആകർഷണീയമായ പരിവേഷണങ്ങൾക്കായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.